അങ്ങനെ നമ്മുടെ ദോശ തയ്യാറായി. ചെറുപയർ, റാഗി, ജീരകം, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, അരിയൊന്നും കൂട്ടിയിട്ടില്ല, അതെല്ലാം കൂടി കൂട്ടി ചുട്ട ദോശ കണ്ടോ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ദോശ. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഡെയിലി ഇത് ചുടുന്നില്ലെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസം ഇതിങ്ങനെ ചുടാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറേ സാധനമുണ്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട്. അപ്പോൾ അങ്ങനെ കൂട്ടിച്ചിട്ട ദോശ തയ്യാറായി. അതിന് കറിയായിട്ട് ഞാൻ ഗ്രീൻ പീസാണ് ഇന്ന് ഉണ്ടാക്കിയത്. ചട്നി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിന്, അപ്പോൾ പറ്റിയിട്ടില്ല. ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ.